ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ആഷിയുടെ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. കുറേ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആഷിഡേയി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. ആഷിഡേയി പറയുന്നു, ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലെഗാട്ടോറിലെ സൈൻ ചെയ്തത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആദ്യമായിട്ടുള്ള സൈനിങ് ആയിരുന്നു ലെഗാട്ടോറിലെ സൈൻ ചെയ്തുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കോയഫ് ടീം വിട്ടേക്കുള്ളതാണ്. ലെഗാട്ടോറിലെ രജിസ്റ്റർ ചെയ്യാനെ കോയഫ് ടീം വിട്ടേക്കുള്ളതാണ് ആഷിഡേയി ലൈവിനകത്ത് പറയുന്നത്. പിന്നീട് പെപ്രയുടെ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് ആഷിഡേയി പറയുന്നത്. പെപ്രയുടെ പെർഫോമൻസ് അനുസരിച്ച് പെപ്രയുടെ കോൺട്രാക്ട് ടെസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ആഷിഡേയി പറയുന്നത്. പെർഫോമൻസ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കോൺട്രാക്ട് ടെസ്റ്റ് ചെയ്യപ്പെടാം എന്നാണ് ആഷിഡേയി പറയുന്നത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിലെ പുതിയ ഹെഡ് കോച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഹെഡ് കോച്ചിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വരുന്നില്ല. ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് സീക്രട്ടായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയില്ലായിരിക്കാം എന്നാണ് ആഷിഡേയി പറയുന്നത്. പിന്നീട് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വിംഗറെ നോട്ടമിടുന്നുണ്ടെന്നാണ് ആഷിഡേയി ലൈവിനകത്ത് പറയുന്നത്. ഒരു ഡൊമസ്റ്റിക് വിംഗറെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമുണ്ടെന്നാണ് ആഷിഡേയി പറയുന്നത്. പിന്നീട് ബിപിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കുമെന്നുള്ള ന്യൂസുകളുണ്ടായിരുന്നു. ബിപിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് ആഷിഡേയി പറയുന്നത്. പിന്നീട് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടുള്ളത്, ഒരു ഫോറിൻ പ്ലെയർ കൂടി ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ആഷിഡേയുടെ ലൈവിനകത്ത് പറയുന്നത്. ഒരു ഫോറിൻ പ്ലെയർ കൂടി ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏത് ഫോറിനറായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീം വിടുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പരിശീലകരെ കുറിച്ചാണ് ആഷിഡേയി പറയുന്നത്. ഇപ്പോഴത്തെ പരിശീലകൻ തോമസ് പ്രോ ലൈസൻസ് നേടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ISL ക്ലബിലേക്കോ അല്ലെങ്കിൽ ഒരു I ലീഗ് ക്ലബിലേക്കോ അദ്ദേഹം ഹെഡ് കോച്ചായി പോകാൻ സാധ്യതയുണ്ടെന്നാണ് ആഷിഡേയുടെ ലൈവിനകത്ത് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ എന്നാണ് ആഷിഡേയി പറയുന്നത്. പിന്നീട് TG വിശ്വനാഥ് ബ്ലാസ്റ്റേഴ്സുമായി തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ആഷിഡേയുടെ ലൈവിനകത്ത് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു ഫോറിൻ പ്ലെയർ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ആഷിഡേയി പറയുന്നത്. അതാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ള കാര്യം.